താങ്കൾ ഒരു വ്യവസായിയാണ്, പരമ്പരാഗത വ്യവസായ കുടുംബത്തിലാണ് താങ്കൾ ജനിച്ചത്. 1998 മികച്ച വ്യവസായിക്കുള്ള അവാർഡും നേടിയിട്ടുണ്ട്. എന്നിട്ട് എങ്ങനെയാണ് തികച്ചും വ്യത്യസ്തമായ ഒരു മേഖലയിലേക്ക്, ഇന്ത്യയിലെത്തുന്ന അഭയാർത്ഥികൾക്കും കുടിയേറ്റക്കാർക്കുമായി പ്രവർത്തിക്കുന്ന തികച്ചും വ്യത്യസ്തമായ ഒരു മേഖലയിലേക്ക് താങ്കൾ എത്തിച്ചേർന്നത്? ശരിക്കും ഒരു വ്യവസായി എന്ന നിലയിൽ തന്നെ വ്യവസായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് യാത്ര ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. യാത്രകളാണ് ജീവിതത്തിൽ ഇത്തരമൊരു പ്രവൃത്തിയിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത്. ഒരു നിയോഗം എന്ന് തന്നെ വേണം പറയാതിന്. കാരണം നിയോഗം തന്നെയാണ്. അതായത് ശരിക്കൊരു അക്ഷരാർത്ഥത്തില് നമ്മൾ ഈ ഒരു പ്രവൃത്തിയുമായി ശ്രീലങ്കൻ അഭയാർത്ഥികൾ രാജ്യത്തേക്ക് അഭയം പ്രാപിച്ചു വരുമ്പോഴാണ് എന്റെ ശ്രദ്ധയിൽ ഇത് പെടുന്നത്. തഞ്ചാവൂർ ഡിസ്ട്രിക്റ്റിലുള്ള ഒരു പ്രദേശത്ത് മുള്ളുവേലിയിൽ അടച്ചിട്ടിരിക്കുന്ന അഭയാർത്ഥികളിൽ നിന്ന് തുടങ്ങിയ പ്രവർത്തനമാണ്. അന്ന് എനിക്ക് വളരെ ചെറുപ്പമാണ്. ഞാൻ 18 വയസ്സ് പ്രായമുള്ള സമയത്താണ് അത്തരം കാഴ്ചകൾ കാണുന്നത്. അപ്പൊ ഈ മനുഷ്യത്വരഹിതമായ കാഴ്ചകൾ കണ്ടിട്ട് ആരാണിവർ, എന്തിനാണ് ഇവര് ഇങ്ങനെ വരുന്നത് എന്നൊരു അന്വേഷണമാണ് എന്നെ ഇന്ന് ഈ രാജ്യത്ത് വരുന്ന ശ്രീലങ്കൻ അഭയാർത്ഥികൾക്ക് ശേഷം പാകിസ്ഥാനിൽ നിന്നും സിന്ധ് പ്രവിശ്യയിൽ നിന്നും ഹൈന്ദവരായ ഒരുപാട് അഭയാർത്ഥികൾ രാജ്യത്തുണ്ട്. അതുപോലെ തന്നെ അഫ്ഗാൻ അഭയാർത്ഥികളുണ്ട്. അപ്പൊ 21 രാജ്യങ്ങളുടെ അഭയാർത്ഥികളെ ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് ഈ അഭയാർത്ഥികളുടെ ശബ്ദമായി മാറാൻ ഒരു നിയോഗമാണത്. ശരിക്കും പറഞ്ഞാൽ അതിന് വേറൊരു ഭാഷ പറയാം, അതൊരു മനുഷ്യത്വം എന്ന് പറയാം. ഒരു മനസ്സുള്ള മനുഷ്യർക്കല്ല. പലർക്കും അറിയില്ല എങ്ങനെയാണ് ഈ കുടിയേറ്റക്കാരും അഭയാർത്ഥികളും തമ്മിലുള്ള വ്യത്യാസമെന്ന്. രണ്ടും ഒന്നാണെന്ന് ധരിക്കുന്നവരാണ് ഏറെയും. അതെങ്ങനെയാണ് വ്യത്യസ്തമായി നിൽക്കുന്നത്? തീർച്ചയായിട്ടും ഈ അഭയാർത്ഥിയും കുടിയേറ്റവും രണ്ടും രണ്ട് തന്നെയാണ്. അഭയാർത്ഥി എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ പെടുന്നനെ ഒരു പ്രതീക്ഷയുമില്ലാതെ ജീവിതത്തിലെ അനുഭവിച്ചുകൊണ്ടിരുന്ന സർവ്വസുരക്ഷയും രാജ്യവും അവന്റെ സമ്പത്തും എല്ലാം വിട്ടെറിഞ്ഞ് നിർബന്ധിത സാഹചര്യത്തിൽ പലായനം ചെയ്യേണ്ടി വരുന്നവരെയാണ് നമ്മൾ അഭയാർത്ഥികൾ എന്ന് വിളിക്കുക. അവര് കരമാർഗമോ അല്ലെങ്കിൽ കപ്പൽ മാർഗമോ ചതുപ്പ് നിലങ്ങളിലൂടെയോ പെട്ടെന്ന് യാത്ര ചെയ്യേണ്ടി വരിക. ഇപ്പോ ലോകം മുഴുവനും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആഭ്യന്തര കലാപങ്ങൾ, മതത്തിന്റെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആഭ്യന്തര കലാപങ്ങൾ കഴിയുമ്പോഴാണ് ഈ ഞങ്ങളുടെ ഒരു കൗൺസിലിംഗ് ടീം നിങ്ങളുടെ കുടുംബത്തിൽ ആരുണ്ടായിരുന്നു, എത്ര പേരുണ്ടായിരുന്നു എന്നൊക്കെ കണക്കെടുക്കുന്നത്. ആ കണക്കെടുക്കുമ്പോൾ പറയും, അവർ വളരെ സങ്കടത്തോടു കൂടി അവരെ വിതുമ്പിക്കൊണ്ടായിരിക്കും പറയുന്നത്, ഞങ്ങൾ ഇത്ര പേരുണ്ടായിരുന്നു, ഇന്ന ഗ്രാമത്തിൽ താമസിച്ചിരുന്നു എന്ന് പറയും. അപ്പൊ അവര് വിചാരിക്കുന്ന അവരെ കൂട്ടത്തിലുള്ളവർ മരിച്ചുപോയി എന്ന് കരുതുന്നവർ പിന്നെ ബംഗ്ലാദേശിൽ നിന്ന് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇതൊക്കെ റെഫ്യൂജി യൂണിയൻ രാത്രിയിൽ ഓരോ രാജ്യത്തുമുള്ള അഭയാർത്ഥി ക്യാമ്പിലുള്ള അഭയാർത്ഥികളുടെ വിവരം കൈമാറുമ്പോഴാണ് ആ കുടുംബാംഗങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് പോലും മനസ്സിലാവുന്നത്. അത്ര കണ്ട് ഒരു അഭയാർത്ഥികളെ ഒരിക്കലും കുടിയേറ്റക്കാരുമായി നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റൂല. സർ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് കുടിയേറ്റവുമായി ഇന്ത്യയിലെത്തുന്നത്, അഭയാർത്ഥികളായി അല്ലെങ്കിൽ കുടിയേറ്റക്കാരായി ഇന്ത്യയിലെത്തുന്നത്. ഇവർക്ക് താങ്കളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം സഹായങ്ങൾ ചെയ്തു നൽകാൻ താങ്കൾക്ക് സാധിച്ചിട്ടുണ്ടോ? താങ്കളുടേതൊരു ഒറ്റയാൾ പോരാട്ടം മാത്രമാണോ? ഒരാൾക്ക് സാധിക്കാവുന്നതിനപ്പുറം താങ്കൾ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് മറ്റുള്ളവരിൽ നിന്ന് താങ്കൾക്ക് ലഭിക്കുന്ന പിന്തുണ? ഒപ്പം തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും കാര്യമായ പിന്തുണ ഉണ്ടെങ്കിലേ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിയുകയുള്ളൂ. അത്തരത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും രീതിയിലുള്ള പിന്തുണകൾ സാറിന് ഇതുവരെ ലഭിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോ റോഹിംഗ്യൻ അഭയാർത്ഥികളുടെ കാര്യം എടുക്കാം. നമ്മളൊരു അഭയാർത്ഥി സമൂഹം ഇന്ത്യയിലേക്ക് അഭയം പ്രാപിക്കുമ്പോൾ ആദ്യം ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയിട്ട് രാജ്യത്ത് അതിക്രമിച്ച് കടന്നവരായിട്ടാണ് അവർ വരുന്നത്. അവരെ ഐക്യരാഷ്ട്രസഭയിൽ അഭയാർത്ഥികളായി ഉൾപ്പെടുത്താൻ പറ്റുന്ന രാജ്യത്ത്, അതായത് ആഭ്യന്തര കലാപം നടന്നിട്ടുണ്ട് എന്ന് റാപ്പോർട്ടേഴ്സ് തെളിയിച്ച് റിപ്പോർട്ട് നൽകിയ രാജ്യങ്ങളിലെ അഭയാർത്ഥികൾക്കാണ് ഐക്യരാഷ്ട്രസഭയുടെ UNHCR, യുണൈറ്റഡ് നാഷണൽ ഹൈ കമ്മീഷൻ ഓഫ് റെഫ്യൂജി, അവരെ അഭയാർത്ഥികളായി ലോകത്ത് എവിടെ പോയാലും ഉൾക്കൊള്ളാൻ തീരുമാനിക്കുന്നത്. അവർക്ക് കൊടുക്കുന്ന ഐഡന്റിറ്റി കാർഡ്, അവർ അങ്ങനെ ഒരു റാപ്പോർട്ടർ
റിപ്പോർട്ട് നൽകി അതിനുശേഷം മാത്രമാണ് ഒരു രാജ്യത്ത് അഭയാർത്ഥികളായി എത്തിയാൽ ഏത് രാജ്യത്തെത്തിയാലും അവർക്ക് അഭയാർത്ഥി കാർഡ് കിട്ടുന്നത്. ഈ അഭയാർത്ഥി കാർഡ് കിട്ടുന്നത് കൊണ്ടൊന്നും അഭയാർത്ഥിക്ക് ഒന്നും ആവുന്നില്ല. ഇവിടെയാണ് ഇടപെടൽ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ജീവകാരുണ്യമാണ് മനുഷ്യാവകാശം എന്നാണ്. തീർച്ചയായും തെറ്റാണ്. ജീവകാരുണ്യം എന്ന് പറയുന്നത് മനുഷ്യാവകാശം ഒരു മരമാണെങ്കിൽ അതിന്റെ ഒരു ബ്രാഞ്ചാണ് ജീവകാരുണ്യം. അവർക്ക് വെള്ളം കൊടുക്കുക, അവർക്ക് പാർപ്പിടം കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് അത്യാവശ്യ ഷെൽട്ടർ ഒരുക്കി കൊടുക്കുക, ഇതെല്ലാം ഒരു ജീവകാരുണ്യത്തിന്റെ പട്ടികയിലാണ്. ഇവിടെയാണ് ഒരു മനുഷ്യാവകാശ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ഞാൻ സമീപിച്ചിട്ടപ്പോഴല്ല, ഏത് വഴിയാണോ നിയമത്തിന്റെ വഴിയിൽ നാം സമീപിക്കുന്ന വഴികളൊന്നും ഒരിക്കലും അടഞ്ഞിട്ടില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് അവസാനമായി വന്ന അഭയാർത്ഥികളായ റോഹിംഗ്യൻ അഭയാർത്ഥികൾക്ക് ഇന്ത്യ ഇന്ന് ഭരിക്കുന്ന ഭരണകൂടമാണ് അംഗീകാരം കൊടുത്തത്. മാത്രമല്ല ഇവരുടെ ഇഷ്യൂ ഇന്ത്യൻ പാർലമെന്റിലേക്ക് അവതരിപ്പിക്കുന്ന രീതി, എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ഈ അഭയാർത്ഥികൾ വരുമ്പോൾ നമ്മൾ അവരെക്കുറിച്ച് അവർ എവിടെ നിന്ന് വന്നു, എന്തിനു വന്നു, എങ്ങനെ വിധേയമായി വന്നു, ഇത്തരം ഒരു പഠനം തന്നെ നടത്തും. ഈ പഠനത്തിന് ശേഷം അതിന്റെ റിപ്പോർട്ടെല്ലാം കളക്ട് ചെയ്തിട്ട് ശരിക്ക് ഒരുപാട് റൈറ്റപ്പുകൾ, ഒരുപാട് ആർട്ടിക്കലുകൾ, ഉദാഹരണത്തിന് ഓപ്പൺ മാഗസിൻ പോലുള്ള മാഗസിനിലാണ് ആദ്യമായിട്ട് ഒരു നല്ല റൈറ്റപ്പ് റോഹിംഗ്യൻസിനെ കുറിച്ച് വന്നത്. അതിന് ശരിക്കും പറഞ്ഞാൽ അന്താരാഷ്ട്ര അവാർഡുകൾ വരെ കിട്ടിയ ഒരു റൈറ്റപ്പാണ്. ഇത്തരം റൈറ്റപ്പുകളിലൂടെ ആ വിഷയം നമ്മൾ ഹൈലൈറ്റ് ചെയ്യാണ് ചെയ്യുന്നത് ആദ്യം. അതിനുശേഷം നമ്മൾ രാജ്യത്തെ മെമ്പർ ഓഫ് പാർലമെന്റുമാർ, ഇപ്പൊ ആര് വഴിയാണോ നമുക്കൊരു ഒരു സഹായം കിട്ടുന്നത്, ഇപ്പൊ എന്നെ പോലൊരു പ്രവർത്തകൻ എപ്പോഴും നമ്മൾ വിവിധ രാഷ്ട്രീയങ്ങൾ കക്ഷി രാഷ്ട്രീയമില്ലാതെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട മനുഷ്യത്വമുള്ള ഒരു എംപിമാരുടെ ലിസ്റ്റ് ഞങ്ങളുടെ കയ്യിലുണ്ടാവും. എപ്പോഴും ഞങ്ങൾ അവരെ സമീപിച്ചിട്ട് സാർ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഒന്ന് വന്ന് ക്യാമ്പ് കാണണമെന്നൊക്കെ നമ്മൾ നിർബന്ധിക്കും. ചിലര് അധികം നമ്മൾ നിർബന്ധിക്കാതെ തന്നെ ഇപ്പോഴൊരു കഴിഞ്ഞ 28 വർഷമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ ഇന്ന് എനിക്കൊരു ഐഡന്റിറ്റിയായി ചെന്നവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി വിളിക്കേണ്ട കാര്യമില്ല. അവര് മനസ്സിൽ പെട്ടെന്നവർക്ക് മനസ്സിലാവും. പണ്ട് കാലങ്ങൾ വളരെ കഷ്ടമായിരുന്നത്. അപ്പൊ ഒരു അഭയാർത്ഥി ക്യാമ്പിലേക്ക് ആദ്യമായി നമ്മൾ കൊണ്ടുപോകുന്നത് എവിടാണോ, ഏത് അതോറിറ്റീസിലാണോ നമ്മൾ ആ വിവരം അറിയിക്കേണ്ടത്, ആ അതോറിറ്റിയുടെ മെമ്പേഴ്സിനെയാണ്. അതിന് ഉദാഹരണമാണ് നമ്മളിപ്പോ റോഹിംഗ്യൻ അഭയാർത്ഥികളുടെ ക്യാമ്പിലേക്ക് ആദ്യമായി കൊണ്ടുപോയത് ആറ്റിങ്ങൽ MP ആയ സമ്പത്ത് MP ആണ്. ആ സമ്പത്ത് MP നമ്മൾ കൊണ്ടുപോകുന്നത് ഒരു വലിയ ക്രൈസിസ് ഉള്ള സമയത്ത് 2012 ഡിസംബറിൽ തണുപ്പത്ത് അഭയാർത്ഥികളിൽ 2-3 കുഞ്ഞുങ്ങൾ മരിച്ചിട്ട് ആ കുഞ്ഞുങ്ങളെ മറമാടാൻ സ്ഥലമില്ലാതെ ഡൽഹിയിൽ കഷ്ടപ്പെടുന്ന സമയത്താണ് ഈ വിവരം അദ്ദേഹത്തോട് പറയുകയും അദ്ദേഹത്തെ അവിടെ വിളിക്കുകയും ചെയ്തത്. അദ്ദേഹം രാത്രിയിൽ വന്ന് കാണുമ്പോൾ അദ്ദേഹത്തിന് അത് ശരിക്കും ഹൃദയത്തിൽ കൊണ്ടു. ആ ഹൃദയത്തിൽ കൊള്ളുമ്പോഴാണ് ആ MP പറയുന്നത് ഇത്രയും ഒരു ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് എന്തുകൊണ്ട് നമുക്കൊരു ജോയിന്റ് പ്രസ് മീറ്റിംഗ് വിളിച്ച് പെട്ടെന്നൊരു അറിയിപ്പ് കൊടുത്തുവിടാൻ. അവിടെയാണ് നമ്മൾ കേരള ഹൗസിൽ വെച്ച് ആദ്യത്തെ 2012 ഡിസംബർ 19 ഈ റോഹിംഗ്യൻ അഭ്യർത്ഥികളെ കുറിച്ച് ഒരു പ്രസ് മീറ്റ് വിളിക്കുന്നത്. ആ പ്രസ് മീറ്റ് വിളിക്കുന്നതല്ലേ, ഹൃദയത്തിൽ നമ്മൾ ആ ഒരു മെമ്പർ ഓഫ് പാർലമെന്റിന്റെ ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവന്നുകൊണ്ട് അവർക്ക് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ്, എന്താണ് സംഭവിച്ചത്, എന്താണ് കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ കൊടുത്തുകൊണ്ട് ഈ വിഷയം അവരെ ഹൃദയത്തിൽ ബോധ്യപ്പെടുത്തിയ ശേഷം അവരാണ് ഇന്ത്യൻ പാർലമെന്റിൽ എണിച്ചു എന്ന് പറയുന്നത് സാർ ഇങ്ങനെ വന്നിട്ടുണ്ട്, ഇത്ര അഭയാർത്ഥികൾ വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ത്യൻ പാർലമെന്റിന് അക്കൗണ്ടബിലിറ്റി പോലും ഉണ്ടാവുന്നത് നമുക്ക് ചെറിയ സമയപരിധിയുണ്ട്, അതുകൊണ്ടാണ് കൂടുതൽ സമയം നൽകാൻ കഴിയാത്തത്. എന്തായാലും ഇന്നത്തെ ദിവസം അതിഥിയായി എത്തിയതിനും ഞങ്ങളോട് സാറിന്റെ അനുഭവങ്ങൾ പങ്കുവച്ചതിനും വളരെയധികം നന്ദി. താങ്ക് യു.